ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം മോദിയാലും, ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം മോദിയാലും, എൻ പ്രാണനാഥൻ പോയതായ പാദമതി, എൻ പ്രാണനാഥൻ പോയതായ പാദമതി. യേശു എൻ പക്ഷമായി തീർന്നതിനായി എന്തോരാനന്ദമി ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനായി എന്തോരാനന്ദമി ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 124 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിക്കാം. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഇന്നലകളിൽ നടത്തിയ വഴികൾ ഇസ്രായേൽ മക്കൾ ഓർത്തിട്ട് അവർ അതിനെ കണ്ടിട്ട് പറയുന്നൊരു കാര്യം, ഇന്നലകളിൽ കടന്നുപോയ പ്രതിസന്ധികൾ, യുദ്ധങ്ങൾ, വലിയ വലിയ അനർത്ഥങ്ങൾ, അതിനെയെല്ലാം അതിജീവിച്ച് കയറി വന്നിട്ട് ഇസ്രായേൽ പറയുകയാണ്, എന്താ പറയുന്നത്? ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമ്മുടെ മേൽ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഇസ്രായേലിന്റെ ചരിത്രം മാത്രമല്ല, നമ്മുടെയും ചരിത്രമല്ല ഇത്. ഇന്നലകളിലേക്കൊന്ന് നോക്കണം. തിരുവചനം പറയുന്നുണ്ട്, നിന്നെ വെട്ടിയെടുത്ത കുഴിയിലേക്ക്, നിന്നെ കുടിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നീ നോക്കണം. ജീവിതത്തിൽ ഉയർച്ചകളൊക്കെ വരുമ്പോഴും എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, എങ്ങനെയായിരുന്നു നമ്മുടെ ആരംഭമെന്ന് ഒന്ന് നോക്കുമ്പോൾ സത്യം പറയാൻ നിങ്ങൾക്ക് ഒത്തിരി ദൈവത്തെ സ്തുതിക്കാനുണ്ടാകും. പലപ്പോഴും നമ്മൾ ഇന്നലകളിലേക്ക് നോക്കാറില്ല, ലഭിക്കാത്തതിലേക്ക് നോക്കി പരിഭവങ്ങൾ പറയുന്നവരാണ് പലരും. ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, പുൽപ്പുറങ്ങളിൽ നിന്നാണ് ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് കൊട്ടാരത്തിലെത്തിച്ചത്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം, ഇന്ന് നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഇന്നലകളിൽ വന്ന പ്രശ്നത്തിൻ്റെ അത്രയൊരു പ്രശ്നം ഇനി നാളെ നിങ്ങൾക്ക് വരത്തില്ല. ഇന്നലകളിൽ നടന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങളെ വിടുവിച്ചെങ്കിൽ ഇനി നാളുകൾ വരുന്ന പ്രശ്നങ്ങളെ ഓർത്ത് നീ എന്തിനാ ഭാരപ്പെടുന്നേ? നീ ഉറപ്പായിട്ട് ജയിച്ചിരിക്കും. പത്രോസ് യേശുവിനെ കണ്ട് വെള്ളത്തിൻ്റെ മീതെ നടന്നു. അവൻ വെള്ളത്തിന് മീതെ നിൽക്കുകയാണ്. പക്ഷെ ദൂരെ നിന്ന് വരുന്നൊരു കാറ്റ് കണ്ടിട്ട് അവൻ താണുപോയി. അവൻ കാറ്റിനെ നോക്കുന്നതിനേക്കാൾ അത്ഭുതമല്ല അവൻ താഴെ ഉള്ള വെള്ളം നോക്കിയ പോരെ. ഇന്നലകളിൽ നടന്ന അത്ഭുതങ്ങളിലാണ് നീ നിൽക്കുന്നത്. നാളെ വരുന്നു എന്ന് ചിന്തിക്കുന്ന ചില വിഷയം ഓർത്ത് നീ എന്തിനാ ഇന്നേ ഭാരപ്പെടുന്നേ? എന്തൊക്കെയോ വരും, എന്തൊക്കെയോ സംഭവിക്കും, തലമുറയ്ക്ക് എന്തൊക്കെയോ സംഭവിക്കും.
കുടുംബത്തിന് എന്തൊക്കെയോ സംഭവിക്കുമെന്നുള്ള തെറ്റായ ചില ഭയങ്ങൾ പിശാചിട്ട് നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന ചില മനോഭാവങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളെ കൈപിടിച്ച് കയറ്റുകയാണ്. ഇവിടെ പറയുന്നു, വചനം പറയാണ്, ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ. അപ്പോൾ ജീവിതത്തെ നോക്കിയ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ജയത്തിൻ്റെ കാര്യം എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തായിരുന്നു, എൻ്റെ കൂടെയായിരുന്നു. പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ കൂടെയാ ദൈവം. അതൊരു വലിയ അനുഗ്രഹമാണ്. ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. കാരാഗ്രഹത്തിലുണ്ടായിരുന്നു, പൊത്തിപ്പേറിൻ്റെ വീട്ടിലുണ്ടായിരുന്നു, കുണ്ടറയിലുണ്ടായിരുന്നു, പൊട്ടക്കുഴിയിലുണ്ടായിരുന്നു, കൂടെയുണ്ടായിരുന്നു. അതെ, ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അടുത്തൊരു സ്റ്റെപ്പ് ഞാൻ നമ്മോട് പറയാം. അത് ഇങ്ങനെയാണ്, ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ. ദൈവത്തിൻ്റെ കൂടെ തുടരുന്നൊരു കാലം കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ കൂടെ നീ തുടരുന്ന ഒരു കാലം കൂടെ നിനക്കുണ്ടാകണം. നിന്റെ ആവശ്യത്തിലേക്ക് ദൈവത്തെ വിളിച്ചിറക്കി ജീവിക്കുന്നൊരു ജീവിതം, അതിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ ആശയിലേക്ക് നാം കയറി ചെന്ന് ജീവിക്കുന്ന ഒരു ജീവിതം. അങ്ങനൊരു വലിയ അപ്ഡേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കൂടെ ദൈവം, അതിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൂടെ നിങ്ങൾ. എന്തോ ഈ വചനത്തിനകത്തൊരു ഭയങ്കര ദൈവമായി ആവരിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ വളർച്ച ഉണ്ടാകാൻ പോവുക. ഇവിടെ പറയുകയാണ്, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നു, അതുകൊണ്ട് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. അല്ലെങ്കിൽ അവർ ജീവനോടെ വിഴുങ്ങുമായിരുന്നു. പച്ചയ്ക്ക് കത്തിക്കുമെന്നൊക്കെ പറഞ്ഞ പോലെ പറയുക, ജീവനോടെ വിഴുങ്ങുമായിരുന്നു. പക്ഷേ ദുഷ്ടൻ്റെ ആശയൊന്നും നടന്നില്ല. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ തകർക്കാനും നിങ്ങൾക്ക് വിരോധമായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി പിശാചിനെ കൂട്ടുപിടിച്ച് ഒക്കെ നിങ്ങൾ തകർക്കാനൊക്കെ വാദിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഉറപ്പായിട്ട് പറയുന്നു, ദൈവം നിങ്ങളുടെ പക്ഷത്താണ്. നിങ്ങൾ ജയിച്ചിരിക്കും, നിങ്ങൾ മുൻപോട്ട് പോയിരിക്കും, നിങ്ങളുടെ അനുഗ്രഹമായിരിക്കും, നിങ്ങളുടെ ജീവിതം അതിശയമായിരിക്കും. യെസ് ലോർഡ്. ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കുന്നു. ഒരത്ഭുത വിഷയമാകുവാൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്, അതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയും. കർത്താവേ, ഞങ്ങൾക്കായിട്ട് അങ്ങ് അനുകൂലമായി നിൽക്കുന്നതിന് നന്ദി പറയും. ഞങ്ങളുടെ പക്ഷത്ത് അങ്ങ് നിൽക്കുന്നതിന് സ്തോത്രം ചെയ്യും. പിതാവേ, കഴിഞ്ഞ നാളുകളിലെല്ലാം ഞങ്ങളെ നടത്തിയ കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ യേശുപ്പ, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്ന കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവെ അങ്ങിൽ നിന്നുള്ള അനുഗ്രഹങ്ങളിൽ കർത്താവ് തുടരട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ലൈഫ് അവർക്കുണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി കർത്താവിൻ്റെ ഒരു പ്രതിപുരുഷനായി നിന്ന് ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അടുക്കൽ വന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സൗഖ്യമുണ്ടാകട്ടെ, അവർക്ക് ആരോഗ്യമുണ്ടാകട്ടെ, അവരുടെ തലമുറകൾ ബലപ്പെട്ടിരിക്കട്ടെ. അവരുടെ രോഗക്കിടക്കുകളെ യേശുവിൻ്റെ നാമത്തിൽ മാറ്റിവിരിക്കുന്നു. കർത്താവെ, അവർ സൗഖ്യത്തോടെ എഴുന്നേൽക്കട്ടെ. ആ രോഗത്തിൽ നിന്ന് പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഇവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് കൽപ്പിക്കുന്നു. സൗഖ്യമാകുക, എഴുന്നേൽക്കുക, ആ രോഗത്തിൽ നിന്ന് പുറത്തു വരിക. ആ രോഗശക്തി ഈ മക്കളെ വിട്ട് പുറത്തു പോകട്ടെ. ഇവരെ അഭിവൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും ജയത്തിലേക്കും നയിക്കുന്നു. ഇവർ ഇന്ന് ചെയ്യുന്നതെല്ലാം സാധ്യമാകട്ടെ. അവരെ ഉയർത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് കൂടെയുണ്ട്. സമാധാനത്തോടെ ആയിരിക്കുക. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായിരിക്കും. God bless you. Shalom.